So good morning guys and welcome back. Okay. So നമുക്ക് ലാസ്റ്റ് ഒരു ആഴ്ചയായിട്ട് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. അത് നമ്മൾ ഇവിടെ എസ്6ൻ്റെ ഒക്കെ എക്സാം കഴിഞ്ഞു. അതിൻ്റെ പേപ്പർ വാല്യുവേഷൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ലാബ് എക്സാം ഒക്കെ നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. ഓക്കെ. സോ ടുഡേ ദിസ് വീക്ക് വിൽ സ്റ്റാർട്ട് അഗെയിൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത് PMMC ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിരുന്നു, എങ്ങനെയാണ് ആ ഒരു PMMC ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ആയിരുന്നു. ഓക്കെ, ബിഫോർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് we'll discuss the solution for the last two assignments, that is assignment number 3 and assignment number 4. Okay, so first assignment number 3. See, week 3, June week 3 ൽ ഉണ്ടായിരുന്ന ഇതാണ്. So first question is like this. So it was the deflecting torque can be produced by deflecting torque ഏതൊക്കെ താഴെ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ ഓപ്ഷൻ വഴിയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ the given options were gravity control, spring control, air friction and magnetically. സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, അതായത് ഓപ്ഷൻസ് തന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ അറിയാവുന്ന ആൻസർ ഡയറക്റ്റ് ആയിട്ട് പോവുക, ഇല്ല ഇൻ കേസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസറിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം, 4 ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമ്മൾ ഏതൊക്കെ മെത്തേഡ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചിട്ടുള്ളത്? മാഗ്നറ്റിക്കൽ മെത്തേഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് മെത്തേഡ്, തെർമൽ മെത്തേഡ്, പിന്നെന്തുമായിരുന്നു, ഇൻഡക്ഷൻ എഫക്റ്റ്, ഇങ്ങനെയുള്ള ഒരു ഏകദേശം ഒരു 8 എഫക്ട്സോളം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ അതിൽ സ്പ്രിംഗ് കൺട്രോൾ ഇല്ല, ഗ്രാവിറ്റി കൺട്രോൾ ഇല്ല, എയർ ഫ്രിക്ഷൻ ഇല്ല. സോ ദ ആൻസർ ഇസ് മാഗ്നറ്റിക്കൽ മെത്തേഡ് വഴിയാണ്. അതായത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച PMMC ഇൻസ്ട്രുമെന്റ് മാഗ്നറ്റിക്കലി എന്ന് പറയുമ്പോൾ ലോറൻസ് പ്രിൻസിപ്പിൾ വെച്ച്. സോ മാഗ്നറ്റിക്കലി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റും. We can go for the elimination method. So first option gravity control ആണ്. സോ ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് എലിമിനേറ്റഡ്. സെക്കൻഡ് ഓപ്ഷൻ സ്പ്രിംഗ് കൺട്രോൾ. എഗെയിൻ സ്പ്രിംഗ് കൺട്രോളും നമ്മൾ പ്രൈമറിയിലി യൂസ് ചെയ്യുന്നത് കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്പ്രിംഗ് കൺട്രോൾ ആയാൽ. സോ ഗ്രാവിറ്റി കൺട്രോളും കൺട്രോളിംഗ് ടോർക്കിന്റെ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ്, സ്പ്രിംഗ് കൺട്രോളും കൺട്രോളിംഗ് ടോർക്കിന്റെ പ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. സോ ഫസ്റ്റ് 2 ഓപ്ഷൻസ് ആർ എലിമിനേറ്റഡ്. ദെൻ കംസ് ദ തേർഡ് ഓപ്ഷൻ, എയർ ഫ്രിക്ഷൻ. എയർ ഫ്രിക്ഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡാമ്പിംഗ് ടോർക്കിന് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്. സോ എയർ ഫ്രിക്ഷൻ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ, എഡി കറന്റ് ഡാമ്പിംഗ്, 3 മെത്തേഡ്സ് നമ്മൾ പഠിച്ചത് ഏതിനായിരുന്നു? ഡാമ്പിംഗ് ടോർക്കിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരുന്നു. So the first 3 options get eliminated. So we are left with only the final option, which is magnetically. So the answer will be magnetically will be the answer, the fourth option. Okay. So next question, operating torques in an indicating instruments are. ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിലുള്ള ഓപ്പറേറ്റിംഗ് ടോർക്സ് ഏതൊക്കെയാണ്? സോ ദ ഓപ്ഷൻസ് ആർ ഡിഫ്ലക്റ്റിംഗ്, കൺട്രോളിംഗ്, ഡാമ്പിംഗ്. ആണല്ലോ, നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. The 3 essential forces or essential torques in an indicating instrument is to move the pointer, deflecting, controlling to stop the pointer at the correct position and bring back the pointer to 0 when the power is switched off. Damping torque is provided for avoiding the oscillations. So the first option becomes the right answer. ഇനി ബാക്കി ഓപ്ഷൻസും കൂടെ വിൽ സി. ഡിഫ്ലക്റ്റിംഗ്, ബാലൻസിങ്, ഡാമ്പിംഗ്. നമ്മൾ ബാലൻസിങ് ടോർക്ക് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടില്ല. സോ the second option is wrong. Deflecting, controlling, vibration എന്ന് പറയുന്നതും ഇല്ല. So that option is also wrong. And final one is restoring, controlling, balancing. Restoring force അങ്ങനെ നമ്മളൊന്നും കണ്ടിട്ടില്ല. Controlling, yes, we have seen that. Controlling, balancing ഇല്ല. So the 3 options becomes wrong. Correct answer is the first one, deflecting, controlling and damping. Third question. The controlling torque in a gravity controlled meter is proportional to. So controlling torque ഏത് മെത്തേഡിലാണ്? ഗ്രാവിറ്റി കൺട്രോൾ. ആ മീറ്ററിൽ കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഗ്രാവിറ്റി കൺട്രോൾ. സോ ഗ്രാവിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മൾ എന്താ പഠിച്ചത്? കൺട്രോളിംഗ് ടോർക്ക് വിൽ ബി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ്
theta. Theta എന്ന് പറയുന്നത് angle of deflection. So sin theta proportional to sin theta. So controlling torque is proportional to sin theta. So the second option is the right answer. Fourth one, the pointer returns to zero position on removing the source producing the deflecting torque. അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ്, അത് വോൾട്ടേജ് ആവാം കറണ്ട് ആവാം, വാട്ട് എവർ ഇറ്റ് ബി, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണത്തില് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റർ തിരിച്ച് സീറോയിലോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആണോ അതിന്റെ കാരണം? അല്ല. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തിനാണ്? സീറോയിൽ നിന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് റോങ്. സെക്കൻഡ് വൺ ഈസ് കൺട്രോളിംഗ് ടോർക്ക്. യെസ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. കൺട്രോളിംഗ് ടോർക്കിന്റെ പർപ്പസ് എന്താണ്? രണ്ട് പർപ്പസ് ആണുള്ളത്. to stop the pointer at the exact position, and second one is to bring back the pointer to zero or initial position when the source producing deflecting torque is removed. So second option is correct. Damping torque ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഡാമ്പിംഗ് ടോർക്കിന്റെ ഫംഗ്ഷൻ എന്താണ്? To remove oscillations. തേർഡ് വൺ, മാസ് ഓഫ് ദ പോയിന്റർ. അല്ല, മാസ് ഓഫ് ദ പോയിന്ററും കൊണ്ടല്ല. മാസ് ഓഫ് ദ പോയിന്റർ കൊണ്ടാണെങ്കിൽ അതിന് ഫോർവേഡിലോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം, ബാക്ക്വേർഡിൽ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് goes back to the zero position, right? So the answer will be controlling torque only. So the second option is the right answer. So the fifth question, the damping torque must operate only when the moving system of an indicating instrument. അതായത് ഡാമ്പിംഗ് ടോർക്ക് ഓപ്പറേറ്റ് ചെയ്യണം എപ്പോഴാണ്? ഓപ്പറേറ്റ് ചെയ്യാൻ എന്ത് കണ്ടീഷനിൽ വേണം ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഡാമ്പിംഗ് ടോർക്ക് എപ്പോഴാണ്? എപ്പോഴൊക്കെയാണോ പോയിന്റർ മൂവ് ചെയ്യുന്നത് അപ്പോഴൊക്കെ ഡാമ്പിംഗ് ടോർക്ക് വേണം. സോ ആക്ച്വലി മൂവിങ്, that fits the answer. സെക്കൻഡ് വൺ, സ്റ്റേഷനറി. അല്ല, സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ അനങ്ങാതെ ഇരിക്കുന്നത്, അപ്പൊ മൂവ്മെന്റ് ഇല്ല. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് റൂൾഡ് ഔട്ട്. തേർഡ് ഓപ്ഷൻ ഇസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ടു മൂവ്. അതായത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഡാമ്പിംഗ് ടോർക്ക് ഉള്ളൂ എന്നാണ് പറയുന്നത്. ആണോ? അല്ല, തെറ്റ്. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് ഓൾസോ ഗോൺ. ഫൈനൽ ഓപ്ഷൻ, നിയർ ഇറ്റ്സ് ഫുൾ ഡിഫ്ലക്ഷൻ. അതായത് എപ്പോഴാണോ പോയിന്റർ അവസാനത്തെ ആ സ്കെയിലിന്റെ അവസാനത്തെ പോയിന്റിൽ എത്തുന്ന അപ്പോഴാണ് ഡാമ്പിംഗ് ടോർക്ക് വരുന്നതെന്നാണ് ആ ഓപ്ഷന്റെ മീനിങ്. ആണോ? അല്ല, അതും തെറ്റാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ആക്ച്വലി മൂവിങ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. Sixth question, which one is classified as an integrating instrument? ഞാൻ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഐ തിങ്ക് സെക്കൻഡ് ഓർ തേർഡ് വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതാണ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് മെയിൻലി എനർജി മെഷർ ചെയ്യുന്നത് ഏതാണോ, അതായത് പവറും കാണും, പവർ ടൈം ഇൻവോൾവ് ആയിട്ടുള്ളത്, ടൈം എവിടെ വരുന്നു അത് ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഡി ആഴ്സണോവൽ ഗാൽവനോമീറ്റർ. അല്ല, ഗാൽവനോമീറ്റർ പ്രസൻസ് ഓഫ് കറണ്ട് കണ്ടുപിടിക്കാൻ, കറണ്ടിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് റോങ്. ആംപിയർ അവർ മീറ്റർ. യെസ്, ഇറ്റ് ഈസ് കറക്റ്റ്. കറണ്ട് ടൈം ഉണ്ട്, സോ അവർ ഇസ് ദർ. സോ ആംപിയർ അവർ ഇസ് ദ കറക്റ്റ് ആൻസർ. അമ്മീറ്റർ ആണോ? അല്ല, അമ്മീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് the value of current. All of the above, അത് തെറ്റാണ്. So the right answer is ampere hour meter. And seventh question is, gravity controlled instruments can be used in. എന്തൊക്കെ എപ്പോഴൊക്കെയാണ് നമുക്ക് ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാൻ? താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഫസ്റ്റ് വൺ ഇസ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ, ഇൻ ഹൊറിസോണ്ടൽ പൊസിഷൻ, ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഫൈനൽ ഓപ്ഷൻ, നൈദർ വെർട്ടിക്കൽ നോർ ഹൊറിസോണ്ടൽ. ഗ്രാവിറ്റി കൺട്രോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, അത് വെർട്ടിക്കലായിട്ട് വെച്ചാൽ മാത്രമേ ഗുരുത്വാകർഷണം വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഗുരുത്വാകർഷണം കറക്റ്റ് അളവിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അത് വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. സോ ദ ഓപ്ഷൻ 1 ഇസ് കറക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വിൽ സി ദ ജൂൺ വീക്ക് 4 അസൈൻമെന്റ്. ലാസ്റ്റ് അസൈൻമെന്റ്, നിങ്ങൾ ലാസ്റ്റ് എഴുതിയ അസൈൻമെന്റ്. ഓക്കെ, സോ ഇതില് ഈ അസൈൻമെന്റിൽ പേർപ്പസ്ഫുള്ളി കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഡിപ്ലോമയൊക്കെ പഠിച്ച് ഒരു എക്സാം ഒക്കെ എഴുതാൻ, കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്കും എപ്പോഴും നിങ്ങളുടെ കൺസെപ്റ്റ്സ്, നിങ്ങൾ പഠിച്ചിരിക്കുന്ന കൺസെപ്റ്റ്സ്, കാണാതെ പഠിക്കുന്നതല്ല, കൺസെപ്റ്റ്സ് അറിഞ്ഞാണോ പഠിച്ചിരിക്കുന്നതെന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു പിക്ക് ദ കറക്റ്റ് ആൻസർ ഓൾവേസ്, or 90% you will be able to do that. Okay, so അതുകൊണ്ടാണ് ഈ വീക്ക് 4 അസൈൻമെന്റിൽ കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തത്. സോ വിൽ സീ ദി ആൻസേഴ്സ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ആൻ ഇൻസ്ട്രുമെന്റ് വിൽ ഹാവ് എ യൂണിഫോം സ്കെയിൽ. അപ്പൊ എന്താ പറയുന്നത്? ഒരു ഇൻസ്ട്രുമെന്റിന് യൂണിഫോം സ്കെയിൽ
യൂണിഫോം സ്കെയിൽ എപ്പോഴാണ് യൂണിഫോം സ്കെയിൽ? ഫസ്റ്റ് വൺ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. നമുക്ക് ഡയറക്റ്റ് ആൻസറിലോട്ട് ചെയ്യുന്നപ്പോ യൂണിഫോം സ്കെയിൽ വരണമെങ്കിൽ നമ്മൾ ഇതുവരെ PMMC ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് പഠിച്ചത് വരെ വച്ചിട്ട് എന്തൊക്കെ കേസസ് ആണ് ഉള്ളത്? ഒന്നെന്ന് പറയുന്നത് നമ്മൾ നോൺ യൂണിഫോം സ്കെയിൽ വരാൻ ചാൻസ് ഉള്ളത് എവിടെയൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെന്റിൽ. ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെന്റിൽ നോൺ യൂണിഫോം സ്കെയിൽ വരാൻ കാരണം എന്തായിരുന്നു? കൺട്രോളിംഗ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ ആയിരുന്നു. സൈൻ തീറ്റ, TC പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ എന്നാണ് പഠിച്ചത്. സോ ദാറ്റ് ഈസ് വൺ റീസൺ ഓർ വൺ ഇൻസ്റ്റന്റ് വേർ വി ഗെറ്റ് എ നോൺ യൂണിഫോം സ്കെയിൽ, അല്ലെ? ദെൻ സെക്കൻഡ് ഇൻസ്റ്റന്റ് എവിടെയാണ്? ഞാൻ ലാസ്റ്റ് പറഞ്ഞ PMMC ഇൻസ്ട്രുമെന്റിൽ തീറ്റ പ്രൊപ്പോർഷണൽ ടു I ആണെങ്കിൽ യൂണിഫോം സ്കെയിൽ തന്നെ ആയിരിക്കും. അപ്പൊ നോൺ യൂണിഫോം സ്കെയിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് വരുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെന്റിലാണ്. അതായത് എപ്പോഴൊക്കെയാണോ പ്രൊപ്പോർഷണൽ ടു തീറ്റ അല്ലാതാവുന്നത് അപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാവും. സോ വിൽ സീ ദ ഓപ്ഷൻ. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വേരീസ് ഡയറക്ട്ലി ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആണല്ലോ. തീറ്റ പ്രൊപ്പോർഷണൽ ടു I ആയതുകൊണ്ടാണ്, ലീനിയർ റിലേഷൻ ആയതുകൊണ്ടാണ് PMMC ഇൻസ്ട്രുമെന്റിന്റെ സ്കെയില് യൂണിഫോം ആയത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. പക്ഷേ അത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, അല്ലെ? പക്ഷെ നമുക്ക് അറിയാം യൂണിഫോം സ്കെയിൽ ആവണമെങ്കിൽ രണ്ട് ടോർക്കിനെയും ഡിപ്പെൻഡ് ചെയ്യും. കൺട്രോളിംഗ് ടോർക്കിനെയും ഡിപ്പെൻഡ് ചെയ്യും, ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെയും ഡിപ്പെൻഡ് ചെയ്യും. സോ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്, തെറ്റൊന്നുമില്ല. പക്ഷെ വി ഹാവ് ടു കമ്പയർ ദ റെസ്റ്റ് ഓഫ് ദ ത്രീ ഓപ്ഷൻ. ബാക്കി മൂന്ന് ഓപ്ഷനും കൂടെ നോക്കണം. ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടി വരുന്നത്. ഞാൻ അതാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പോകുമ്പോഴത്തേക്കും യു ഹാവ് ടു സെലക്ട് ദ മാക്സിമം ഓർ സെലക്ട് ദി ബെസ്റ്റ് ഔട്ട് ഓഫ് ദ ഓപ്ഷൻസ് ഗിവൻ. ഓക്കെ, മാക്സിമം കറക്റ്റ് ആയിട്ട്, അതായത് ഏറ്റവും കൂടുതൽ ഫിറ്റ് ആവുന്ന ക്വസ്റ്റ്യൻ ഏതാണ്, ആൻസർ ഏതാണ്, അതാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കറക്റ്റ്, ബട്ട് വിൽ സീ വാട്ട് ഈസ് ദ റെസ്റ്റ് ഓഫ് ദ ഓപ്ഷൻ. സെക്കൻഡ് വൺ, കൺട്രോളിംഗ് ടോർക്ക് വേരീസ് ഡയറക്ട്ലി ആസ് ദ ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ. അതായത് TC പ്രൊപ്പോർഷണൽ ടു തീറ്റ. ആ ആൻസറും ശരിയാണ്. സോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് തീറ്റ പ്രൊപ്പോർഷണൽ ടു I ആയാലും യൂണിഫോം സ്കെയിൽ കിട്ടും, കറക്റ്റ് ആണ്. കൺട്രോളിംഗ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു തീറ്റ, TC പ്രൊപ്പോർഷണൽ ടു തീറ്റ ആയാലും നമുക്ക് യൂണിഫോം സ്കെയിൽ തന്നെയാണ് കിട്ടുന്നത്. തേർഡ് ഓപ്ഷൻ, ഡാമ്പിംഗ് ടോർക്ക് വേരീസ് ഡയറക്ട്ലി ആസ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾ. ഒരിക്കലും സ്കെയില് ഡാമ്പിംഗ് ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അത് നിങ്ങൾ പഠിക്കുക. ഡാമ്പിംഗ് ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കൂല സ്കെയില് യൂണിഫോമും നോൺ യൂണിഫോമും ആവുന്നത്. സോ ദ യൂണിഫോമിറ്റി ഓഫ് ദ സ്കെയിൽ ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആൻഡ് ദ കൺട്രോളിംഗ് ടോർക്ക്. രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും, ഡിഫ്ലക്റ്റിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്യും, കൺട്രോളിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്യും. അവിടെയാണ് നാലാമത്തെ ഓപ്ഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സി, നാലാമത്തെ ഓപ്ഷൻ എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വേരീസ് ഡയറക്ട്ലി ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആൻഡ് കൺട്രോളിംഗ് ടോർക്ക് വേരീസ് ഡയറക്ട്ലി ആസ് ദ ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഇൻസ്ട്രുമെന്റിന്റെ സ്കെയില് ത്രൂ ഔട്ട് കംപ്ലീറ്റ്ലി യൂണിഫോം ആയിരിക്കത്തുള്ളൂ. എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, അതായത് TD പ്രൊപ്പോർഷണൽ ടു I ആയിരിക്കണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട്. ഫസ്റ്റ്, കൺട്രോളിംഗ് ടോർക്ക് TC പ്രൊപ്പോർഷണൽ ടു തീറ്റ, ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ ഓർ ഡിഫ്ലക്ഷൻ ആംഗിൾ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ആണ്. ഇവിടെ ആൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തതും രണ്ടാമത്തതും സാറ്റിസ്ഫൈ ചെയ്താലേ പറ്റത്തുള്ളൂ. So an instrument will have a uniform scale only when deflecting torque varies directly as the magnitude of current and controlling torque varies directly as the deflecting angle. That is the first question. Second question, in indicating instrument the springs are mainly used to. ഇതിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് മെയിൻലി യൂസ്ഡ് ടു എന്നാണ് പറയുന്നത്. അപ്പം PMMC ഇൻസ്ട്രുമെന്റ് നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം.
ഹോൾഡ് ദ പിവറ്റ് ഇൻ പൊസിഷൻ. അല്ല, പിവറ്റിനെ പൊസിഷനിൽ ഇരിക്കാൻ സഹായിക്കുന്ന എന്താണ്? ജുവൽ ബെയറിങ്സ് ആണ്. ഓക്കെ, പിവറ്റിനെ ഹോൾഡ് ദ പിവറ്റ് ജുവൽ ബെയറിങ്സ് ആണ്. സെക്കൻഡ് വൺ, കണ്ടക്ട് ദ കറൻസ് ടു ദ കോയിൽ. കറക്റ്റ് ആണ്. സ്പ്രിങ് ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ PMMC ഇൻസ്ട്രുമെന്റ് പഠിച്ചപ്പം ഓർമ്മയുണ്ട, കറണ്ട് സ്പ്രിങ് വഴിയാണ് കണ്ടക്ട് ചെയ്ത് പോകുന്നത്. സോ അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇതില് സ്പ്രിങ്ങിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്തെന്നാണ് ചോദിക്കുന്നത്. അത് കണ്ടക്ട് ചെയ്യുന്നതല്ല സ്പ്രിങ്ങിന്റെ പരമപ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ. സോ പക്ഷേ വൺ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദി മെയിൻ പേർപ്പസ് ഓഫ് ദ സ്പ്രിങ്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ആണ് ആ ഓപ്ഷൻ കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. So third option, control the movement of the pointer. That is the perfect answer for this one. കാരണം സ്പ്രിങ് എന്തിനാണ് യൂസ് ചെയ്തത്? സ്പ്രിങ് കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് മൂവ്മെന്റിന്റെ, പോയിന്ററിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുക. സോ കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് ദ പോയിന്റർ ഇസ് ദ ബെസ്റ്റ് ഓർ ദി കറക്റ്റ് ആൻസർ. മെയിൻ പർപ്പസ് കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് ദ പോയിന്റർ ആണ്. നമ്മൾ ആ സ്പ്രിങ് യൂസ് ചെയ്യുമ്പം അഡീഷണൽ ആയിട്ട് ഈ കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന ഫംഗ്ഷനും കൂടെ അത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. മെയിൻ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ടു കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് ദ പോയിന്റർ. റെഡ്യൂസ് ദ വൈബ്രേഷൻസ് ഓഫ് ദ പോയിന്റർ? നോ. വൈബ്രേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? വി യൂസ് ഡാമ്പിംഗ് ടോർക്ക്. ഓക്കെ. തേർഡ് വൺ, at steady state deflection position of an indicating instrument, the moving system is subjected to ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? സ്റ്റഡി സ്റ്റേറ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ പ്രത്യേക ഈ വാക്ക് സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ് സ്റ്റഡി സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? എത്രയാണോ റീഡിങ്, ആ റീഡിങ്ങിൽ വന്ന് പോയിന്റർ സ്റ്റോപ്പ് ചെയ്യുന്ന സമയം, അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിരിക്കുന്ന സമയം, ആ സമയത്ത് ഏതൊക്കെ ടോർക്ക് കാണും? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കാണും, കൺട്രോളിംഗ് ടോർക്ക് കാണും. ഡാമ്പിംഗ് ടോർക്ക് കാണുമോ? ഇല്ല, കാണത്തില്ല. കാരണം എന്താണ്? ഡാമ്പിംഗ് ടോർക്ക് എപ്പോഴൊക്കെയാണോ പോയിന്റർ മൂവ് ചെയ്യുന്നത് അപ്പോഴൊക്കെ മാത്രമേ ഡാമ്പിംഗ് ടോർക്ക് കാണത്തുള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഡിഫ്ലക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ടോർക്സ്. Okay, so again one of the twisting question here is, in a PMMC instrument the scale is, ഒരു PMMC ഇൻസ്ട്രുമെന്റിന്റെ സ്കെയിൽ എന്തൊക്കെയാണ്? ഈ ഓപ്ഷൻസ് തന്നെ നിങ്ങൾക്ക് നോക്കാം എന്തുമാത്രം കൺഫ്യൂസിങ് ആയിട്ടാണ്. ഡിവൈഡഡ്, ഡിവിഷൻ ഉണ്ട്, കറക്റ്റ് ആണ്. യൂണിഫോംലി, യൂണിഫോം ആണ്. തേർഡ് ഓപ്ഷൻ യൂണിഫോംലി ഡിവൈഡഡ്. ഫോർത്ത് ഓപ്ഷൻ ലീനിയർലി ഡിവൈഡഡ്. ഇവിടെ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ലീനിയർ ഡിവിഷനും യൂണിഫോംലി ഡിവിഷനാണ്. യൂണിഫോം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ അനുസരിച്ചായിരിക്കും അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്കെയിലിലെ വരെയും രണ്ടാമത്തെ സ്കെയിലിലെയും ഒരു വാല്യൂ ആയിരിക്കും, 5 യൂണിറ്റ് ആയിരിക്കും. അടുത്തത് 5 യൂണിറ്റ്. ആ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അതുകൊണ്ട് ഇതിൽ ഏറ്റവും പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇസ് യൂണിഫോംലി ഡിവൈഡഡ് ഇസ് ദ റൈറ്റ് ആൻസർ. സ്കെയില് യൂണിഫോം ആണ്, റിലേഷൻ ലീനിയർ ആണ്. തീറ്റ പ്രൊപ്പോർഷണൽ ടു ഐ, ആ റിലേഷൻ ലീനിയർ ആണ്. സ്കെയില്, ആ മീറ്ററിന്റെ സ്കെയില് യൂണിഫോംലി ഡിവൈഡഡ് ആണ്. റിലേഷൻ ലീനിയർ ആണ്, സ്കെയില് യൂണിഫോംലി ഡിവൈഡഡ് ആണ്. അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഫൈനൽ ലാസ്റ്റ് 2 questions. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് can be used in horizontally mounted instruments? പറ്റത്തില്ല. വെർട്ടിക്കലി മൗണ്ടഡ് ഇൻസ്ട്രുമെന്റ്സിന് മാത്രമേ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. ആ മീറ്റർ നമ്മൾ ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ബക്കറ്റിനകത്ത് ഇരിക്കുന്ന ഫ്ലൂയിഡ് ഹൊറിസോണ്ടലിലോട്ട് പോകും. അപ്പോഴത്തേക്കും ഇനഫ് ആയിട്ടുള്ള ഫ്രിക്ഷൻ കിട്ടത്തില്ല. So we have to use, for accurate measurements and proper functioning of the instrument, we have to use the meter with fluid friction damping in vertical position only. അപ്പോൾ വെർട്ടിക്കൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അത് വെർട്ടിക്കൽ പൊസിഷനിലേ യൂസ് ചെയ്യാവൂ. വേറെ എവിടെയാണ് വെർട്ടിക്കൽ പൊസിഷനിൽ യൂസ് ചെയ്യാനേ പറ്റൂ എന്ന് പറഞ്ഞത്? ഗ്രാവിറ്റി കൺട്രോളിൽ. ഓക്കെ, സോ
കൺട്രോളിങ് മെത്തേഡ് ഗ്രാവിറ്റി ആണെങ്കിൽ അത് വെർട്ടിക്കലിയേ പറ്റത്തുള്ളൂ. ഡാമ്പിംഗ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണെങ്കിലും അത് വെർട്ടിക്കലിയേ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ രണ്ട് കേസിലാണ് ഒരു ഇൻസ്ട്രുമെന്റ് വെർട്ടിക്കലി തന്നെ യൂസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കുന്നത്. ഓക്കെ, so final question, if the damping torque is more than the critical damping, critical damping നെ കാട്ടിയും കൂടുതലാണ് damping torque എങ്കിൽ the instrument is called critical ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ. ഡാമ്പിങ് അതിന്റെ ഡാമ്പിംഗ് റേഷ്യോ വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അണ്ടർ ഡാംഡ്, ക്രിട്ടിക്കലി ഡാംഡ്, ഓവർ ഡാംഡ്. എപ്പോഴൊക്കെയാണോ ഡാമ്പിംഗ് ടോർക്ക് ക്രിട്ടിക്കൽ വാല്യൂവിനെക്കാട്ടിയും കൂടി നിൽക്കുന്നത്, ഇറ്റ് വിൽ ബി ഓവർലി ഡാംഡ്, കൂടുതലായിരിക്കും, ഓവർലി ഡാംഡ്. ഓക്കെ, ഇപ്പം സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ ഡാമ്പിംഗ് ടോർക്ക് ഇസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അണ്ടർ ഡാംഡ് ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി സപ്പോസ് ഡാമ്പിങ്ങേ ഇല്ല എന്ന് വിചാരിക്കുക, അതിനെ പറയുന്ന പേരാണ് അൺഡാംഡ്. ഓക്കെ, ഇനി ഡാമ്പിംഗ് ടോർക്ക് ഈക്വൽ ടു ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആണെങ്കിലോ ഇറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കലി ഡാംഡ്. ഓക്കെ, സോ ഇത് ഇത്രയുമാണ് നിങ്ങളുടെ രണ്ട് അസൈൻമെന്റിന്റെ സൊല്യൂഷൻസ്. ഓക്കെ, സോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. ഇനി ഇൻ കേസ് ഇതിൽ ഫർദർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ഇറ്റ് ഓൺ അവർ discussion forum. We'll have a discussion in the next video for that. Okay, so we'll continue with our topics. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച PMMC ഇൻസ്ട്രുമെന്റിന്റെ ഒരു സമ്മറി we'll see once again and then we'll move on to numerical problems. So problems ചെയ്യണം. Okay, basic ആയിട്ടുള്ള കുറച്ച് problems we'll see. Okay, so we'll have a brief recap on what we studied in the last video, that is PMMC instrument. Okay, so PMMC instrument ile moving system endundayirunnu? It was due to the magnetic effect, or what you call it as the Lorentz principle. alle Lorentz principle ആയിരുന്നു മാഗ്നറ്റിക് എഫക്റ്റ് കാരണം ഉണ്ടായിരുന്നത് മൂവിംഗ് സിസ്റ്റത്തിന്. മൂവിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ ലോറൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തായിരുന്നു. സോറി, നെക്സ്റ്റ് ഇസ് കൺട്രോളിംഗ് സിസ്റ്റംസ്. കൺട്രോളിംഗ് സിസ്റ്റത്തിന് നമ്മൾ എന്താ യൂസ് ചെയ്തത്? സ്പ്രിംഗ് കൺട്രോൾ ആണ് യൂസ് ചെയ്തത്. ദാറ്റ് ഈസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് കൺട്രോളിംഗ് ടോർക്ക്. ഡാമ്പിംഗ് എന്തിനാണ് യൂസ് ചെയ്തത്? ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? എഡ്ഡി കറന്റ് ഡാമ്പിംഗ്. എന്തുകൊണ്ടാണ് എഡ്ഡി കറന്റ് നമ്മൾ യൂസ് ചെയ്തത്? ബിക്കോസ് വി യൂസ് ഹിയർ എ പെർമനന്റ് മാഗ്നറ്റ്. എവിടേക്കാണോ പെർമനന്റ് മാഗ്നറ്റ് ഉപയോഗിക്കുന്നത് അവിടെ നമുക്ക് എഡ്ഡി കറന്റ് ഡാമ്പിംഗ് യൂസ് ചെയ്യാം. സോ അഗെയിൻ ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഫോർ DC മെഷർമെന്റ്. AC മെഷർമെന്റിന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മൾ ലാസ്റ്റ് ക്ലാസ് കണ്ടതാണ്. എങ്ങനെയാണ് 50 ഹെർട്സിന്റെ ഒക്കെയാണ് സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ പോയിന്റർ 0-ൽ തന്നെ നിൽക്കും. സപ്പോസ് അതിനെക്കാട്ടിയും കുറഞ്ഞൊരു ഫ്രീക്വൻസിയാണ്, ഒരു 2 ഹെർട്സ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പോയിന്റർ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ദ ആവറേജ് വാല്യൂ ആണ് അത് മെഷർ ചെയ്യുന്നത്. അഗൈൻ ഫൈനലി ദ ലീനിയർ റിലേഷൻ, ദാറ്റ് ഈസ് തീറ്റ പ്രൊപ്പോർഷണൽ ടു I. ഇതെന്ന് പറയുന്നത് ലീനിയർ റിലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ മീറ്ററിന്റെ സ്കെയില് യൂണിഫോം ആയിരിക്കും, ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് യൂണിഫോംലി ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ആയിരിക്കും. സോ ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് is given by Bina or Nabi, whatever you can say. So deflecting torque is equal to B into I into N into A, where B is the flux density, I is the current flowing through the coil, N is the number of turns of the coil, and A is the area of the coil. Controlling torque is produced with a spring control. Therefore TC is equal to K into theta, where K is called the spring constant and theta is the angle of deflection. And finally theta proportional to I, which is a linear relation. Okay, linear relation ആണ്. Therefore the scale will be uniform. Linear relation will give a uniform scale. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഈ ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് വിൽ സി സം പ്രോബ്ലംസ്, ന്യൂമറിക്കൽസ് നമുക്ക് നോക്കാം.
So the first question is something like this. In a moving coil instrument, the coil is wound with 50 turns in square section former of mean length 4 centimeter long each side. The coil hangs in a uniform radial field of 0.08 Weber per meter square. Find the torque produced in it for a current of 10 milliamps. So this is the question. So ഇതില് നമ്മൾ എപ്പോഴും ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്. മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി വാട്ട്? PMMC ഇൻസ്ട്രുമെന്റ്, മൂവിങ് കോയിൽ. മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്. സോ അപ്പൊ ഇതൊരു PMMC ഇൻസ്ട്രുമെന്റ് ആണ്. കോയിൽ ഈസ് വൗണ്ട് വിത്ത് 50 ടേൺസ്. 50 ടേൺസ് ആണ് ആ കോയിലിനുള്ളത്. ആ കോയിൽ എന്ത് ഷേപ്പിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ സെക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയർ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ ലെങ്ത്, ഒരു സൈഡിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ദ കോയിൽ ഹാങ്സ് ഇൻ എ യൂണിഫോം റേഡിയൽ ഫീൽഡ്. അതായത് ആ കോയില് ഒരു യൂണിഫോം ഫീൽഡിന്റെ നടുക്കാണ് ഹാങ് ചെയ്തിരിക്കുന്നത്, തൂക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? 0.08 വെബർ പെർ മീറ്റർ സ്ക്വയർ. അതായത് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പൊ ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ടോർക്ക് കണ്ടുപിടിക്കണം. എപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്? അതിൽ കൂടെ ഒരു 10 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പം ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന കാര്യം എന്താണോ തന്നിരിക്കുന്നത് അത് നമ്മൾ എടുത്തെഴുതുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ ഗിവൺ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഗിവൺ എ PMMC ഇൻസ്ട്രുമെന്റ്. ടേൺസ് എന്ന് പറയുമ്പോഴത്തേക്കും N is equal to 50. ഓക്കെ, കോയില് സ്ക്വയർ ആണ്, സ്ക്വയർ ടൈപ്പ് കോയിലാണ്. ലെങ്ത് L is equal to 4 സെന്റിമീറ്റർ. എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം അതിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ആണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് വാല്യൂസിലായിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് യൂണിറ്റിലായിരിക്കണം. ലോങ് ഈച്ച് സൈഡ്. Then the coil hangs in a uniform radial field of Weber. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ the coil hangs in a uniform radial field of 0.08 വെബർ പെർ മീറ്റർ. ഇതിപ്പോ ഫ്ലക്സ് ആണോ, ഫ്ലക്സ് ഡെൻസിറ്റി ആണോ, എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ അതിന്റെ യൂണിറ്റിൽ നിന്ന് we will be able to identify it. യൂണിറ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ യൂണിറ്റ് തന്നിരിക്കുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി വെബർ പെർ മീറ്റർ സ്ക്വയറോ ടെസ്ല വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല എന്ന് പറയുന്ന യൂണിറ്റ് ഫോർ ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പൊ നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏത് ലെറ്റർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? B is equal to 0.08 വെബർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസ് വായിക്കുമ്പോൾ ഫൈൻഡ് ദ ടോർക്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർ എ കറണ്ട് ഓഫ് 10 മില്ലി ആംപിയർ. സോ കറണ്ട് I എന്ന് പറയുന്നത് 10 മില്ലി ആംപിയർ. സോ ഇത് ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി PMMC ഇൻസ്ട്രുമെന്റ് ആണെന്ന് അറിയാമല്ലോ. സോ PMMC സൊല്യൂഷന് വേണ്ടി ഞാൻ വേറൊരു ഇതെടുക്കുന്നു. ഓക്കെ, സോ PMMC ഇൻസ്ട്രുമെന്റിൽ ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് എന്ന് പറയുമ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ഞാൻ പറഞ്ഞു BINA.
സോ ഇതിലെ ബി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, കറണ്ട് 10 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് 50 തന്നിട്ടുണ്ട്, ഏരിയ അറിയാമോ നമുക്ക്? ഇല്ല. അപ്പൊ ഏരിയ കണ്ടുപിടിക്കണം. സോ ഏരിയ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഏരിയ ഇത് എന്ത് ടൈപ്പ് കോയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ ടൈപ്പ് കോയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയറിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സൈഡിന്റെ സ്ക്വയർ അല്ലെ, അതായത് ഒരു സ്ക്വയർ ഉണ്ടെങ്കിൽ അതിന്റെ സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡും എ ആയിരിക്കും. അപ്പൊ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ അല്ലെ. സോ ഇവിടെ ലെങ്ത് തന്നിട്ടുണ്ട്, അതായത് ഈ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എൽ ആണ്. എൽ എന്ന് പറയുന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. അത് തന്നിട്ടുണ്ട്. സോ ഏരിയ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു എൽ. ഓക്കെ, ദാറ്റ് ഈസ് 4 ഇൻറ്റു 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഇവിടെ ഫ്ലക്സ് തന്നിരിക്കുന്നത് മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ നമ്മൾ എസ് ഐ യൂണിറ്റ് ആണ് ഫോളോ ചെയ്യുന്നത് എല്ലായിടത്തും. ഓക്കെ, എസ് ഐ യൂണിറ്റ് ഫോളോ ചെയ്യുമ്പോൾ വി ഹാവ് ടു എക്സ്പ്രസ് ലെങ്ത്, ഏരിയ, വോളിയം ഇൻ എവറിത്തിങ് ഇൻ ടേംസ് ഓഫ് മീറ്റർ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? അല്ലെങ്കിൽ പോട്ടെ, ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? ഇറ്റ് ഈസ് 100 സെന്റിമീറ്റർ അല്ലെ, 100 സെന്റിമീറ്റർ. അപ്പം ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? ഇറ്റ് ഈസ് 10 പവർ മൈനസ് 2. 10 പവർ മൈനസ് 2 എന്ന് പറയുന്നത് ഈ ഇതിന് 100നെ താഴോട്ട് എഴുതുക, ദാറ്റ് ഈസ് 1/100. ഇതിനെയാണ് നമ്മൾ 10 പവർ മൈനസ് 2 എന്ന് എഴുതുന്നത്. അപ്പം ഒരു സെന്റിമീറ്റർ 10 പവർ മൈനസ് 2 ആണെങ്കിൽ ഒരു സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ഇൻറ്റു 1 സെന്റിമീറ്റർ. അപ്പോഴത്തേക്ക് 10 പവർ മൈനസ് 2 ഇൻറ്റു 10 പവർ മൈനസ് 2. സോ ബേസ് സെയിം ആണ്, സോ വി ക്യാൻ ആഡ് ദ പവേഴ്സ്, ദാറ്റ് ഈസ് -2 പ്ലസ് -2 എത്രയാണ്? -4. സോ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്, ഒരു സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 10 പവർ -4 മീറ്റർ സ്ക്വയർ ആണ്. സോ ഏരിയ 16 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി 16 ഇൻറ്റു 10 പവർ -4 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഏരിയ എ കിട്ടിയല്ലോ. സോ നൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ടോർക്ക്. ടോർക്ക് TD, that is deflecting torque, is equal to B into I into N into A. Flux density എത്രയാണ്? 0.08 Weber per meter square. Weber per meter square into current 10 milli ampere ആണ്. ഓക്കെ, മില്ലി ആംപിയർ എന്ന് പറയുമ്പം 10⁻⁻3. അതായത് ഒരു ആംപിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1000 മില്ലി ആംപിയർ ആണ്. 1000 മില്ലി ആംപിയർ. ഒരു മില്ലി ആംപിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 പവർ -3 ആംപിയർ. ഓക്കെ, സോ കറണ്ട് 10 ഇൻറ്റു 10 പവർ -3 ആംപിയർ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 50. അതിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഇല്ല, 50 ഇൻറ്റു ഏരിയ എത്രയാണ് നമുക്ക് കിട്ടിയത്? 16 ഇൻറ്റു 10 പവർ -4. ഓക്കെ, ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഇവിടെ യൂണിറ്റ് എഴുതി കാണിച്ചത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 16 ഇൻറ്റു 10 പവർ -4 എന്ന് പറയുന്നത് യൂണിറ്റ് എത്രയാണ്? മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ ദ ടോർക്ക് വിൽ ബി, ഞാൻ ഇതിന്റെ ന്യൂമറിക്കൽസ് മാത്രം എടുക്കുകയാണ്, വാല്യൂസ് മാത്രം. 0.08 ഇൻറ്റു 10 ഇൻറ്റു 10 പവർ -3 ഇൻറ്റു 50 ഇൻറ്റു 16 ഇൻറ്റു 10 പവർ -4. ടോർക്കിന്റെ യൂണിറ്റ് എന്താണ്? എല്ലാ യൂണിറ്റും നമ്മൾ മീറ്റേഴ്സിലാക്കി, ആംപിയറിലാക്കി. ദെൻ ദ യൂണിറ്റ് വിൽ ബി ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും യൂണിറ്റ് ടോർക്കിന്റെ. ഇപ്പൊ നിങ്ങൾക്ക് എപ്പോഴും തെറ്റുന്നത് ഈ യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യുന്നതിലായിരിക്കും. അതായത് സെന്റിമീറ്ററിൽ തന്നിക്കുന്നത് നിങ്ങൾ മീറ്ററിൽ ആക്കാതെ വിട്ട് കഴിഞ്ഞാൽ ആൻസർ തെറ്റും. അതേപോലെ മില്ലി ആംപിയറിൽ തന്നിക്കുന്നത് ആംപിയറിലോട്ട് ആക്കിയില്ലെങ്കിലും തെറ്റും. സോ ട്രൈ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു നോർമൽ SI യൂണിറ്റ്, ആംപിയർ, മീറ്റർ, ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ. മില്ലി വോൾട്ട് തന്നിക്കുന്നെങ്കിൽ അതിനെ വോൾട്ടിലോട്ടാക്കുക. സോ കീപ് ഇറ്റ് ഇൻ SI യൂണിറ്റ്. സോ ഇതിനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. ഇതിന്റെ ആൻസർ എത്രയാണെന്ന് നോക്കിയേ.
So it will be something like 10 raised to minus 4. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. ഐ വിൽ സോൾവ് ഇറ്റ് ഹിയർ ഇൻ മൈ മെത്തേഡ്. എൻ്റെ മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ ചെയ്യാണ്. ഓക്കെ, സോ 0.08 into 5 into 16 into 10 power minus 7 into ഇവിടെ 100 10 power 2. സോ 16 8 into 5 into 16 into 10 power minus 2 10 raised to minus 7 is equal to 40 into 16 എന്ന് പറയുമ്പോഴത്തേക്ക് 640 into 10 raised to minus 7 ന്യൂട്ടൺ മീറ്റർ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് 0.64 into 10 raised to minus 4 ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാം. Okay, so the answer will be 0.64 into 10 raised to minus 4 Newton meter ആയിരിക്കും answer. You can cross check it. Okay, so the answer is torque is equal to 0.64 into 10 raised to minus 4 Newton meter. Okay, so that is the answer. So we'll see the next question. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ ഒന്ന് ഓടിച്ച് പറയാം. ഓക്കെ, സോ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു. ക്വസ്റ്റ്യനിൽ നിന്ന് ഡേറ്റ നമ്മൾ മനസ്സിലാക്കി. ഇതൊരു PMMC ഇൻസ്ട്രുമെന്റ് ആണെന്നും ടേൺസ് എന്ന് പറയുന്നത് 50 നമ്പർ ഓഫ് ടേൺസ് എന്നും കോയിൽ സ്ക്വയർ ഷേപ്പിലാണെന്നും അതിന്റെ സൈഡ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്നും മനസ്സിലാക്കി. അടുത്ത് ഫ്ലക്സ് ഡെൻസിറ്റി, എങ്ങനെയാണ് ഫ്ലക്സ് ഡെൻസിറ്റി ആണെന്ന് മനസ്സിലായത്? യൂണിറ്റിന്റെ ബേസിസിൽ. യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ തന്നിരിക്കുന്നത് കൊണ്ട് അത് ഫ്ലക്സ് ഡെൻസിറ്റി ആണെന്ന് മനസ്സിലായി. സപ്പോസ് ഇത് വെബർ ആണെന്ന് വിചാരിക്കുക. വെബർ പെർ മീറ്റർ സ്ക്വയറിന് പകരം വെബർ ആയിരുന്നെങ്കിൽ അത് ഫ്ലക്സ് ആയിരിക്കും. ഓക്കെ, സോ വെബർ പെർ മീറ്റർ സ്ക്വയർ, സോ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി, വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല എന്നും യൂണിറ്റ് ഉണ്ട്. ഓക്കെ, സോ 0.08 വെബർ പെർ മീറ്റർ സ്ക്വയർ. അപ്പം ഫ്ലക്സ് ഡെൻസിറ്റി ആണെന്ന് മനസ്സിലായി. കണ്ടുപിടിക്കേണ്ടത് ടോർക്ക് ആയിരുന്നു. എത്ര കറണ്ടിനായിരുന്നു? 10 മില്ലി ആംപിയറിന്. അപ്പം നമ്മളൊരു PMMC ഇൻസ്ട്രുമെന്റിന്റെ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചിരിക്കുന്നത്? ബിന, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇസ് ഈക്വൽ ടു ബിന. സോ ബി തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് N തന്നിട്ടുണ്ട്. അറിയാത്തത് ഏതായിരുന്നു? ഏരിയ. ഏരിയ കണ്ടുപിടിക്കാൻ അവരെന്താ തന്നിരിക്കുന്നത്? കോയിലിന്റെ ഡീറ്റെയിൽസ് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ ഷേപ്ഡ് ആണെന്നും അതിന്റെ ലെങ്ത്, ഒരു സൈഡിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്ഡ് സിസ്റ്റം ആണെങ്കിൽ അതിന്റെ ഏരിയ, ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചുകൂടെ? സ്ക്വയറിന്റെ എല്ലാ സൈഡും ഈക്വൽ അല്ലേ? അപ്പോഴത്തേക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും L സ്ക്വയർ ചെയ്യുക, ദാറ്റ് ഈസ് 4 into 4, ദാറ്റ് ഈസ് ഇവിടെ സെന്റിമീറ്ററിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ബിക്കംസ് 16 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. So 1 centimeter square is equal to 10 raised to minus 4 meter square. So 16 into 10 raised to minus 4 meter square. അപ്പോൾ നമുക്ക് ഏരിയയും കിട്ടി. അപ്പൊ നമ്മുടെ ടോർക്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ബിന എന്ന് പറയുന്നതിൽ എല്ലാ ടേമും ആയി. BI, I, NI, AI. So you substitute the value. B എന്ന് പറയുന്നത് 0.08. കറണ്ട് I എന്ന് പറയുന്നത് 10 മില്ലി ആംപിയർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ മില്ലി ആംപിയറിനെ ആംപിയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ you have to 1 ampere is equal to what? 10 raised to minus 3. So 10 into 10 raised to minus 3 ampere into 50 number of turns, അതിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഇല്ല, into area. ഏരിയ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 16 into 10 raised to minus 4. 16 into 10 raised to minus 4. സോ ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ് 0.64 into 10 raised to minus 4 ന്യൂട്ടൺ മീറ്റർ. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. Okay, hope you guys understood it. We'll go for the next question. So already around 40-45 minutes ആയി. So we'll stop here for this video. Okay. Next video we'll continue with our problems. So നിങ്ങൾ ഇത് ഇന്ന് നോക്കിയത്, നമ്മൾ പ്രോബ്ലം നോക്കിയത്, just go through it, understand it. Okay. So ഇത് നിങ്ങൾ ഇതുവരെ ചെയ്ത വീഡിയോസ് എല്ലാം തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ will be
moving very smooth for the upcoming videos. Okay, so thank you guys. So we'll see you in the next video. So thank you. Stay safe.